എല്ലാവർക്കും നമസ്കാരം. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി ഫിസിക്സിൻ്റെ മൊഡ്യൂൾ 3 മെക്കാനിക്സിൻ്റെ പാർട്ട് 3 ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിൽ നിന്നുള്ള ധാരാളം ചോദ്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈവ് സീരീസിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഈ മെക്കാനിക്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്സിൽ നിന്നുള്ള അറൗണ്ട് 30ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡെയിലി ലൈവ് സീരീസിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്കിലും ഒരു 10 ക്വസ്റ്റ്യൻസ്, 10 ഉണ്ടോയെന്ന് അറിയില്ല, അറൗണ്ട് ഒരു 7-8 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്ട്രാ നോക്കാം. അത് കഴിഞ്ഞിട്ട് സിലബസ് പ്രകാരമുള്ള അടുത്ത ടോപ്പിക്കായിട്ടുള്ള ഗ്രാവിറ്റേഷനിലേക്ക് നമുക്ക് പോകാം. ഗ്രാവിറ്റേഷനിൽ ഒരുപാട് കാര്യങ്ങളൊന്നും സിലബസിൽ പറയുന്നില്ല. പ്രധാനമായിട്ടും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെക്കുറിച്ചുള്ള ഒരു ഐഡിയ മാത്രമാണ് സിലബസിൽ പറയുന്നത്. ഓക്കെ, അതായത് സാറ്റലൈറ്റ്സിനെ കുറിച്ചോ എസ്കേപ്പ് വെലോസിറ്റിയെ കുറിച്ചോ പൊട്ടൻഷ്യലിനെ കുറിച്ചോ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ സിലബസ് പോകുന്നില്ല. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണ്, പിന്നെ ഒരു ഹൈറ്റിനനുസരിച്ചും ഡെപ്തിനനുസരിച്ചും ലാറ്റിറ്റ്യൂഡിനനുസരിച്ചുമുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻ എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് സിലബസിൽ പറയുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ നമുക്ക് നോക്കിയാൽ മതിയാവും. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കിയുള്ള ജനറലായിട്ട് ഗ്രാവിറ്റേഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈവ് സീരീസിൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ദ എനർജി പൊസസ്ഡ് ബൈ വെർച്യൂ ഓഫ് മോഷൻ. മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന എനർജി എന്താണ്? കൈനറ്റിക് എനർജി. വെർച്യൂ ഓഫ് പൊസിഷൻ എന്നായിരുന്നെങ്കിൽ അത് പൊട്ടൻഷ്യൽ എനർജി ആയേനെ. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ ബോൾ ഓഫ് മാസ് എന്ന് പറയുന്നത് 5 കിലോഗ്രാം ആണ്. പ്ലേസ്ഡ് അറ്റ് എ ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ് എബോവ് ഗ്രൗണ്ട്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. സോ മാസ് എന്ന് പറയുന്നത് 5 ഇൻറ്റു ഹൈറ്റ് 3 ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് തൽക്കാലം 10 ആയിട്ട് എടുക്കാം. ഓക്കെ, 3 5 15 150 കിട്ടും. അപ്പോൾ ഇതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു വാല്യൂ ആണ് നമുക്ക് ആൻസർ വരിക. കാരണം ജിയുടെ ശരിക്കുള്ള വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 150നോട് അടുത്ത് നിൽക്കുന്ന, കാരണം ഈ ഒന്നിലധികം വാല്യൂസ് 150നോട് അടുത്ത് നിൽക്കുകയാണെങ്കിൽ 9.8 കൊടുത്ത് തന്നെ നോക്കേണ്ടി വരും. എന്തായാലും നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് ഉറപ്പിക്കാൻ പറ്റും 147.15 ആണ് നമുക്ക് ആൻസർ വരിക. എനർജിയുടെ യൂണിറ്റ്സ് ജൂൾ ആണ്. സോ 147.15, 150നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഓപ്ഷൻ അതാണ്. 121 ആയാലും 182 ആയാലും 227 ആയാലും 150 വളരെ അകലെ നിൽക്കുന്ന ഓപ്ഷനാണ്. ഓക്കെ, ആ 9.8 10 ആയിട്ട് എടുത്തതിൻ്റെ ആൻസർ വേരിയേഷൻ ആണ് നമുക്ക് ഉണ്ടായത്. പക്ഷെ നമുക്ക് 9.8 ഗുണിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ഈ രീതി അപ്രോച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ബാക്കിയുള്ള ഓപ്ഷനൊക്കെ കുറച്ച് അകന്ന് നിൽക്കുന്ന ഓപ്ഷൻസ് ആണെങ്കിൽ നമുക്ക് ഈസിലി അത് കൺഫേം ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ നോക്കിയോളൂ. വാട്ട് ഈസ് ദ പവർ യൂട്ടിലൈസ്ഡ് വെൻ വർക്ക് ഓഫ് എന്താണ് 1000 ജൂൾ ഈസ് ഡൺ ഇൻ 2 സെക്കൻഡ് എന്നുള്ളതാണ് ചോദ്യം. പവർ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ബൈ ടൈം ആണ്. വർക്ക് എന്ന് പറയുന്നത് 1000 ആണ്. 1000 ജൂൾ ഡിവൈഡഡ് ബൈ 2 സെക്കൻഡ് ആണ്. സോ എന്തുവരും? ദാറ്റ് ഈസ് 500 വാട്ട്സ് അല്ലേ? ഓപ്ഷൻ ഡി 500 വാട്ട്സ് ആണ് ആൻസർ വരിക. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് വൺ ഹാസ് ഹയർ കൈനറ്റിക് എനർജി? ബോത്ത് ലൈറ്റ് ആൻഡ് ഹെവി ബോഡീസ് ഹാവ് ഈക്വൽ മൊമെൻറ്റം. അപ്പോൾ മൊമെൻറ്റം സെയിം ആണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് p² ഡിവൈഡഡ് ബൈ 2m ആണെന്ന് അറിയാം. മൊമെൻറ്റം സെയിം എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. പിന്നെന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്. ശരിയല്ലേ? മൊമെൻറ്റം കോൺസ്റ്റന്റ് ആവുന്ന കേസിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് നോക്കിക്കേ, ലൈറ്റർ മാസ് കുറവാകുമ്പോഴാണ് കൈനറ്റിക് എനർജി കൂടുക. ഹയർ കൈനറ്റിക് എനർജി അല്ലേ വേണ്ടത്? മാസ് ഒരിക്കലും കൈനറ്റിക് എനർജി ½ mv² വെച്ചിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി റിലേഷൻ നോക്കരുത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ മൊമെൻറ്റം വെച്ചിട്ടുള്ള റിലേഷൻ വേണം നോക്കാൻ. കൈനറ്റിക് എനർജി ഈക്വൽ ടു p² ബൈ 2m വേണം എടുക്കാൻ. ഓക്കെ, അപ്പോൾ അവിടെ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്. മാസ് കുറയുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. ശരിയല്ലേ? സോ എന്താണ്, ഏത് ഓപ്ഷനാണ് വരിക? നമുക്ക് വേണ്ടത് ഹയർ കൈനറ്റിക് എനർജി ആണ്. ഹയർ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ലൈറ്റ് ബോഡി എന്നുള്ളതാണ് ആൻസർ വരിക. ലൈറ്റ് ബോഡീസിനാണ് എന്തുള്ളത്? കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കോളൂ. എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക് അല്ലെങ്കിൽ എബിലിറ്റി ടു ക്രിയേറ്റ് വർക്ക് ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ.
പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, ജോലി ചെയ്യുന്ന നിരക്കാണ് പവർ. ഓക്കെ, 6. നെക്സ്റ്റ് 7ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഹൗ മെനി എർഗ് ഈസ് 1 ജൂൾ? 1 ജൂൾ ഇസ് ഈക്വൽ ടു 10⁻⁷ എർഗ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 8ാമത്തെ ചോദ്യം, എനർജി ഇൻവോൾവ് ഇൻ ക്രിയേറ്റിംഗ് വർക്ക്. ഓക്കെ, അതായത് ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻവോൾവ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും നമ്മൾ വർക്ക് എനർജി തിയറം പഠിച്ചു. അതിന് മുൻപായിട്ടൊരു കാര്യം പഠിച്ച ഓർമ്മയുണ്ടോ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചത് ഓർമ്മയുണ്ടോ? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ടു അനദർ. എനർജി ഇൻവോൾവ് ഇൻ ക്രിയേറ്റിംഗ് വർക്ക് ഗെറ്റ്സ് ട്രാൻസ്ഫേർഡ് എന്നുള്ളതാണ് ആൻസർ വരിക. ഓക്കെ, സോ നെക്സ്റ്റ് ന്യൂട്ടന്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ് നമുക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ളത്. ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ every particle in the universe attract every other particle with a force. This force is directly proportional to the product of their masses and inversely proportional to the square of the distance between them. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലോകത്ത് ഏത് രണ്ട് വസ്തുക്കൾ എടുത്താലും അവരുടെ മാസ് എന്ന് പറയുന്നത് m1 m2 ആയിട്ട് എടുക്കുക, അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് r ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഓക്കെ, ഇപ്പം നമ്മൾ കൂളംസ് ലോ പറയുമ്പം നമ്മൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ എന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ബോത്ത് ഓഫ് ദം ആർ ഇൻവേഴ്സ് സ്ക്വയർ ലോസ് ആണ് രണ്ടും. ഇൻവേഴ്സ് സ്ക്വയർ ലോസ് ആണെങ്കിൽ ഇവിടെ അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. അല്ല, എവരി പാർട്ടിക്കിൾ ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് എവരി അതർ പാർട്ടിക്കിൾ വിത്ത് എ ഫോഴ്സ്. ആ ഫോഴ്സ് എഫ് ആയിട്ട് എടുക്കുക. ദാറ്റ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് m1 and m2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. സോ എഫ് ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യും, അതാണ് ജി എന്ന് പറയുന്നത്. സോ ജി m1 m2 by r². നമ്മൾ ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന ജി എന്നുള്ള കോൺസ്റ്റന്റിനെയാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്? സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിന്റെ വാല്യൂ നമുക്ക് പറയാം. സോ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ യൂണിവേഴ്സിലെ ഏതൊരു പാർട്ടിക്കിൾ എടുത്താലും അതൊരു മറ്റൊരു പാർട്ടിക്കിളെ അട്രാക്ട് ചെയ്യും. അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദമ്മുമാണ്. ഓക്കെ, ഞങ്ങൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോൾ എന്നെ ഗിരീഷ് എന്ന് പറഞ്ഞൊരു, ഗിരീഷ് എന്നാണ് സാറിൻ്റെ പേര്, സാറാണ് ഈ ഒരു തിയറത്തിനൊരു ഓർത്തിരിക്കാൻ വേണ്ടി സാറ് തമാശയ്ക്കൊരു സാധനം പറയായിരുന്നു. അതായത് every boy in the universe attracts every other girl with a force. This force is directly proportional to the love of the boy towards the girl and inversely proportional to the strength of the girl's brother എന്ന് സാറ് പറയാറുണ്ട്. ഓക്കെ, ചുമ്മാ ഇത് വായിച്ചപ്പോൾ എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നു. സോ അത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അത് ഓർത്തിരിക്കുന്നു. സോ എന്താണ്? Force is directly proportional to product of their masses and inversely proportional to square of the distance between them. So F is equal to G m1 m2 by r². അവിടെ G എന്ന് പറയുന്നതാണ് എന്ത്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. നോക്കിക്കേ, F is directly proportional to m1 m2 by r². F is equal to G m1 m2 by r². അവിടുന്ന് G is equal to fr² by m1 m2. ഇത് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ഡയമെൻഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിറൈവ് ചെയ്തതാണ്. ജീനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ 6.67 × 10⁻⁻11. അതിന്റെ യൂണിറ്റ് നോക്കിയോളൂ. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം, കിലോഗ്രാം സ്ക്വയർ. സോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് ഇതിന്റെ യൂണിറ്റ് ആയിട്ട് നമുക്ക് വരിക. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡെഫിനിഷൻ. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് fr² by m1 m2 ആണ്. സോ നമ്മൾ ആറ് നമ്മൾ 1 മീറ്റർ ആയിട്ട് എടുക്കുന്നു. m1 m2 1 കിലോഗ്രാം ആയിട്ട് എടുത്താൽ F is equal to G എന്ന് പറയാം. അതായത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ന്യൂമറിക്കലി ഈക്വൽ ടു ഫോഴ്സ് ആണ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ യൂണിറ്റ് മാസ് ഈസ് സെപ്പറേറ്റഡ് ബൈ എ യൂണിറ്റ് ഡിസ്റ്റൻസ്. അതായത് മാസ് ഒന്നായിട്ട് എടുത്തു, അപ്പോൾ യൂണിറ്റ് മാസ് സെപ്പറേറ്റഡ് ബൈ യൂണിറ്റ് ഡിസ്റ്റൻസ്, r 1 ആയിട്ട് എടുത്തു, അപ്പോൾ യൂണിറ്റ് ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ജീനെ നമുക്ക് എഫ് എന്ന് വിളിക്കാം.
Gravitational constant is numerically equal to the force of attraction between of unit mass and separated by a unit distance. Clear ആണല്ലോടാ? ഇനി എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ആക്സലറേഷൻ കോസ്ഡ് ബൈ എർത്ത്സ് അട്രാക്ഷൻ. എർത്തിന്റെ അട്രാക്ഷൻ കാരണം ഉണ്ടാവുന്ന ആക്സലറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അത് മാക്സിമം ഉണ്ടാവുന്നത് പോൾസിലാണ്, മിനിമം വാല്യൂ ഇക്വേറ്ററിലാണ്. അത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏറ്റവും കൂടുതലുള്ളത്, ഞാൻ പറയുന്ന പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തോണേ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏറ്റവും കൂടുതലുള്ളത് എർത്തിന്റെ സർഫസിലാണ്. എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു ഹൈറ്റിൽ മുകളിലേക്ക് പോയാലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. ഒരു ഡെപ്തിൽ താഴേക്ക് പോയാലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. ലാറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏറ്റവും മാക്സിമം ഉള്ളത് പോൾസിലാണ്, ഏറ്റവും മിനിമം ഉള്ളത് ഇക്വേറ്ററിലാണ്. എർത്തിന്റെ സെന്ററിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കണം. അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം സിലബസിൽ അത് എടുത്ത് പറയുന്നുണ്ട്. ഹൈറ്റിന്റെ വേരിയേഷൻ, ഡെപ്തിന്റെ വേരിയേഷൻ, ലാറ്റിറ്റ്യൂഡ് വേരിയേഷൻ ഒക്കെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നോക്കിക്കേ, നമുക്കറിയാം അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എഫ് ഈസ് ഈക്വൽ ടു ജി m1 m2 ബൈ ആർ സ്ക്വയർ. m1നെ ഞാൻ എർത്തിന്റെ മാസമായിട്ട് എടുക്കുന്നു, m2 എന്ന് പറയുന്നത് ബോഡിയുടെ മാസമായിട്ട് എടുക്കുന്നു. ഈ ആറിനെ ഞാൻ റേഡിയസ് ഓഫ് എർത്ത് ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു ജി m ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമപ്രകാരം എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്. ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയതുകൊണ്ട് എഫ് ഈസ് ഈക്വൽ ടു എം ജി എന്ന് ഞാൻ കൊടുക്കുന്നു. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ എം ജി ഈക്വൽ ടു ജി m ബൈ ആർ സ്ക്വയർ കിട്ടും അല്ലേ? അവിടെ നമുക്ക് m കട്ട് ചെയ്യാം. അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഈ വാല്യൂ നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? നോക്കിക്കേ, ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഓക്കെ, അവിടെ നമ്മൾ ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയുന്ന വാല്യൂസ് ആണ്. എർത്തിന്റെ മാസ്, എർത്തിന്റെ റേഡിയസ് 6400 കിലോമീറ്റർ, പിന്നെ എന്താണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ. ഈ വാല്യൂസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ജിക്ക് കിട്ടുന്ന വാല്യൂ ആണ് എത്ര? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ക്ലിയർ അല്ലേടാ? ഇനി മാസ് ആൻഡ് ഡെൻസിറ്റി ഓഫ് എർത്ത്. മാസ് ഓഫ് എർത്ത് നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ്. അവിടുന്ന് എർത്തിന്റെ മാസ് എന്ത് കിട്ടും? ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ബൈ ജി അല്ലെ? ഇതാണ് മാസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്. ആർ സ്ക്വയർ ഇൻറ്റു സ്മോൾ ജി ബൈ ക്യാപിറ്റൽ ജി. ഇനി ഡെൻസിറ്റി ഓഫ് എർത്ത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡെൻസിറ്റി ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി മാസ് ബൈ വോളിയം ആണ്, ശരിയല്ലേ? അവിടുന്ന് നമുക്ക് എന്തെഴുതാം? ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു മാസ് ഓഫ് എർത്ത്. ഓൾറെഡി നമ്മളിപ്പുറം പറഞ്ഞു, മാസ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജി ആർ സ്ക്വയർ ബൈ ജി ആണ് അല്ലെ? ജി ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ ക്യാപിറ്റൽ ജി ആണ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് എർത്ത്. എർത്ത് ഈസ് കൺസിഡേർഡ് ആസ് എ സ്ഫിയർ. അങ്ങനെയാണെങ്കിൽ സ്ഫിയറിന്റെ വോളിയം എത്രയാണ്? 4/3 പൈ ക്യാപിറ്റൽ ആർ ക്യൂബ്, ശരിയല്ലേ? സോ ഇത് നമ്മൾ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താണ് വരിക? ദാറ്റ് ഈസ് ജി ആർ സ്ക്വയർ ബൈ ജി ഇൻറ്റു 3 മുകളിൽ വരും, 4 പൈ ആർ ക്യൂബ് താഴെ വരും, ശരിയല്ലേ? അവിടെ നമുക്ക് ആർ സ്ക്വയറും ആർ ക്യൂബും തമ്മിൽ കട്ട് ചെയ്യാം. ബാക്കി എന്തുണ്ടാവും? 3g ഡിവൈഡഡ് ബൈ 4 പൈ ആർ ക്യൂബ് കട്ട് ചെയ്താൽ ബാക്കി ഒരു ആർ ഉണ്ടാവും, ആർ ജി. സോ 3g ഡിവൈഡഡ് ബൈ 4 പൈ ആർ ജി. അവിടെ സ്മോൾ ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആർ റേഡിയസ് ഓഫ് എർത്ത്, ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഡെൻസിറ്റി ഓഫ് എർത്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ മാസ് ഓഫ് എർത്ത് പറഞ്ഞു, ഡെൻസിറ്റി ഓഫ് എർത്ത് പറഞ്ഞു, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഫോർമുല പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ സംശയമൊന്നും ഇല്ലല്ലോ. ഇനി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി എർത്തിന്റെ ഷേപ്പിനനുസരിച്ചിട്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഉണ്ടാവുന്ന വേരിയേഷൻ. ദ വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഈസ്
ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഓൾറെഡി നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ആണ്. ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് റേഡിയസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. റേഡിയസ് മാറുന്നതിനനുസരിച്ചിട്ട് അതായത് റേഡിയസ് മാറുന്ന പല പല പൊസിഷൻസ് ഉണ്ടല്ലോ. റേഡിയസ് മാറുമെന്ന് പറഞ്ഞാൽ എർത്തിന്റെ റേഡിയസ് മാറും എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ ആ റേഡിയസിലൂടെ സഞ്ചരിക്കുന്ന പോലെ ആലോചിക്കുക. ഓക്കെ, ഓരോരോ പോയിന്റിൽ എത്തുമ്പം ആ സ്ഥലത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്വാധീനിക്കപ്പെടും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ റേഡിയസ് ഓഫ് എർത്ത്. ദെൻ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന 2 പോയിന്റുകളാണ്. അതായത് ലാറ്റിറ്റ്യൂഡ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പോയിന്റ് ആണിത്. അത് നമ്മൾ ലാറ്റിറ്റ്യൂഡിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അല്ലാണ്ട് നിൽക്കുന്ന 2 പോയിന്റ്സ് ഉണ്ട്, ഹൈറ്റും ഡെപ്തും. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഓൺ ദ സർഫസിലാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏറ്റവും, എർത്തിന്റെ സർഫസിലാണ് കൂടുതൽ. സർഫസിന് മുകളിലേക്ക് പോകുമ്പോഴും എർത്തിന്റെ സർഫസിൽ നിന്ന് താഴേക്ക് വരുമ്പോഴും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും എന്ന് ഞാൻ പറഞ്ഞാണ്. നോക്കിക്കേ, വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. ജി എന്ന് പറയുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ജി ഡാഷ് ബി ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് എച്ച് എബോവ് ദ സർഫസ്. ഇവിടെ ഒരു ജി ഡാഷ് ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. ജി ഡാഷ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ഹൈറ്റ് എബോവ് ദ സർഫസ് ഓഫ് എർത്ത് ആണ്. സോ ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ആർ പ്ലസ് എച്ചിന്റെ ഹോൾ സ്ക്വയർ എന്ന് പറയാം. ശരിയല്ലേ? ഇനി ജി നമുക്ക് വേണ്ടത് ജി ഡാഷ് ആണ്. സോ ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി ഒന്ന് കണ്ടുപിടിക്കണം. ദാറ്റ്സ് ഈക്വൽ ടു ജി ഡാഷ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ചിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ജിയുടെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി. ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എം എന്ന് വരും. അവിടെ നമുക്ക് ജി എമ്മും കട്ട് ചെയ്യാം. സോ ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. സോ വിച്ച് ഇംപ്ലൈസ് ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ആർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിത് പ്രോബ്ലംസിലും ക്വസ്റ്റ്യനിൽ വരുന്ന ചില സ്പെഷ്യൽ കേസസിലൊക്കെ ഇത് നമുക്ക് ഡയറക്റ്റ്ലി ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ ഇതിൻ്റെ സോൾഡ് ഫോർമാറ്റ് ഇതല്ല. ഇതിൻ്റെ സോൾഡ് ഇക്വേഷൻ വേറെ ഉണ്ട്. അത് നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഡിറൈവ് ചെയ്ത് പോകണം. പക്ഷേ ഈ ഇക്വേഷൻ ഒരു ഇങ്ങനെ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻസിൽ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണിത്. കാരണം ഇത് ഡയറക്റ്റ്ലി നമ്മുടെ MCQസിൽ നമുക്ക് വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ഈ ഇക്വേഷൻ നേരിട്ട് സ്വാധീനം ചെലുത്തുന്ന ഇക്വേഷനാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷൻ ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു എന്തായിരുന്നു? ആർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ആയിരുന്നു നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷൻ. ശരിയല്ലേ? ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ജി ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ആർ ബൈ ആർ പ്ലസ് എച്ച് ബൈ ആർ എന്ന് എഴുതാം. ശരിയല്ലേ? ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആറിനെ നമ്മൾ നേരെ താഴേക്ക് എടുക്കുന്നു, എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിന് ഹോൾ സ്ക്വയർ ഉണ്ട്. സോ ജി ഇൻറ്റു 1 ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ എന്ന് വരും ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിനെ നമുക്ക് ജി ഇൻറ്റു 1 ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? 1ന്റെ സ്ക്വയർ 1 ആവും. ഇതിനെ എനിക്ക് വേണമെങ്കിൽ ജി ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ റൈസ് ടു -2 എന്ന് എഴുതാം. ശരിയല്ലേ? താഴെയുള്ള ഹോൾ സ്ക്വയർ മുകളിൽ പോകുമ്പോൾ -2 ആവും. ഇനി ഇതിനെ നമ്മൾ മക്ലൂറിൻ സീരീസ് എക്സ്പാൻഷൻ എന്നാണ് വിളിക്കുക. ടൈലർ സീരീസ് എക്സ്പാൻഷൻ അറ്റ് 0 പോയിന്റ് ഈസ് കോൾഡ് മക്ലൂറിൻ സീരീസ് എക്സ്പാൻഷൻ. ആ എക്സ്പാൻഷൻ അത് നമുക്ക് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഇത് എക്സ്പാൻഡ് ചെയ്ത് കിട്ടുന്ന സാധനം ഓർത്താൽ മതി. 1 പ്ലസ് എക്സ് റൈസ് ടു -2 എന്ന് പറഞ്ഞാൽ അത് 1 മൈനസ് 2x പ്ലസ് 3x സ്ക്വയർ മൈനസ് 2x ക്യൂബ് മൈനസ് 4x ക്യൂബ് പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ മുഴുവൻ ടേംസ് വേണ്ട, നമ്മൾ ആദ്യത്തെ ഒരു ടേം മാത്രമേ എടുക്കുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2xന് പകരം ഇവിടെ 2 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ h ബൈ ആർ ആണ്. അപ്പോൾ 2h ബൈ ആർ എന്ന് വരും. ഇത്ര എടുത്താൽ മതി. ബാക്കിയുള്ള ടേംസ് എന്ന് പറയുന്നത് അത് 3 ടൈംസ് എടുത്ത് സ്ക്വയർ ചെയ്ത് പോകുന്നത് കൊണ്ട് അപ്പോൾ അത് കുറഞ്ഞേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ടേംസ് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് ഇവിടം വരെ എടുത്താൽ മതി. ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഇതിങ്ങനെയാണ് വന്നത് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, കാണാപ്പാടം പഠിക്കുന്നതിൽ ഭേദം എങ്ങനെ വന്നതെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതല്ലേ. സോ ദിസ് ഈസ് ദ ഫോർമുല ഫോർ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ
height above the surface. G dash is equal to G into 1 minus 2h by r. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് എബവ് ദ സർഫസ് ഓഫ് എർത്ത്. ഓക്കെ, ക്ലിയർ അല്ലേടാ? ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു, ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം, ജി ഇൻറ്റു ആർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഓർത്ത് വെക്കണം. അതേപോലെ ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ എന്നുള്ള ഇക്വേഷൻ ഓർത്ത് വെക്കണം. ഈ രണ്ട് ഇക്വേഷൻസും നമുക്ക് പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ്. ഓക്കെ, സോ ഡിക്രീസ് ആണെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞായിരുന്നു, അത് ഓർമ്മയിലുണ്ടാവണം. നെക്സ്റ്റ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ ഡെപ്തിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, റേഡിയസ് ആർ ആണ്, മാസ് എം ആണ്, ജി എന്ന് പറയുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ആണ്. അങ്ങനെയാണെങ്കിൽ സർഫസ് ഓഫ് എർത്തിലെ ഇക്വേഷൻ നമുക്കറിയാം, ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമ്മളിതൊന്ന് സോൾവ് ചെയ്യാണ്. മാസ് ഓഫ് എർത്ത് എന്തായിരുന്നു? മാസ് ഓഫ് എർത്തിന് ഓൾറെഡി നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചായിരുന്നു. ഓക്കെ, നോക്കിയാടാ, മാസ് ഓഫ് എർത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചാൽ, അല്ലെങ്കിൽ ഡെൻസിറ്റിയുടെ അല്ലെ വേണ്ട, മാസ് ഓഫ് എർത്ത് ഇരിക്കട്ടെ, മാസിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കാം, ആർ സ്ക്വയർ ജി ബൈ ജി അല്ലെ. മാസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ആർ സ്ക്വയർ ജി ബൈ ജി ആയിരുന്നു. ശരിയാണല്ലോ? സോ മാസ് എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ജി ബൈ ജി ആയിരുന്നു. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം അല്ലായിരുന്നോ? അവിടുന്ന് മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആയിരുന്നു. ശരിയല്ലേ? സോ മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആയിരുന്നു. നമുക്കിവിടെ മാസിന് വാല്യൂ കൊടുക്കാം. മാസ് എന്ന് പറഞ്ഞാൽ എന്തോരോടാ? മാസ് എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ജി ബൈ ജി ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു, നമുക്കല്ലെങ്കിൽ പല രീതിയിൽ ചിന്തിക്കാം. നമുക്കൊരു വേറൊരു രീതിയിൽ ചെയ്യാം. മാസ് എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ജി ബൈ ജി ആണ്. നമുക്ക് ഡെൻസിറ്റിക്ക് ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നല്ലോ. റോ ഇസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 3g ബൈ 4 r g ആണ് അല്ലെ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 3g ഡിവൈഡഡ് ബൈ 4 r g ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, g is equal to gmm by r square. So this is equal to, നമുക്കൊരു കാര്യം ചെയ്യാം, g ഇൻറ്റു എമ്മിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഞാൻ ആലോചിച്ച് നോക്കട്ടെ. എം ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ജി ബൈ ജി, ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ, ജി ഇൻറ്റു മാസ് ഓഫ് എർത്ത് ആർ സ്ക്വയർ ജി ബൈ ജി ആണ്. ആദ്യം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസ് ഓഫ് എർത്തിന് പകരം നമുക്ക് ആർ സ്ക്വയർ ജി, അല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും വീണ്ടും ജിയിലേക്ക് തന്നെ വരും. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം. ഓക്കെ, ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം 4/3 പൈ ആർ ക്യൂബ് അല്ലേടോ? മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ് അല്ലേ? സോ ജി ഇസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു, മാസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ആർ സ്ക്വയർ ഇൻറ്റു, ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കാം മാസിന്. ഇവിടുന്ന് മാസ് എന്ത് കിട്ടൂടാ? റോ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തൂടെ? ഈ ഇക്വേഷൻ ഓക്കെ ആണോ? ഇത് കുറേ രീതിയിൽ ചെയ്യാം കേട്ടോ, അതാണ് എനിക്ക് കൺഫ്യൂഷൻ വന്നത്. റോ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് എന്ന് എടുക്കാം, അതിവിടെ കൊടുക്കാം. മാസിന് പകരം റോ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിവൈഡഡ് ബൈ എന്ത് കിടപ്പുണ്ട്? ആർ സ്ക്വയർ കിടപ്പുണ്ട്. അപ്പോൾ ഒരു ആർ സ്ക്വയറും ക്യൂബും കൂടെ കട്ട് ചെയ്യാം. ബാക്കി 4/3 ജി റോ ആർ എന്ന് കിട്ടും. ശരിയല്ലേ? 4/3 ജി റോ ആർ.
സോ ഇതാണ് സ്മോൾ ജിക്കുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ ഒരു ഡെപ്തിലേക്ക് പോവുകയാണെന്നല്ലേ പറയുന്നത്. ഡെപ്തിലേക്ക് പോകുന്ന സമയത്ത് ജി ഡാഷ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം നമുക്ക്. ഡെപ്തിലേക്ക് പോകുമ്പോൾ ജി ഡാഷ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ഒരു ഡെപ്തിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ നമുക്ക് ആർ മൈനസ് ഡെപ്ത് ഡി ആയിട്ട് എടുക്കാം, ആർ മൈനസ് ഡി ഹോൾ സ്ക്വയർ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി ആ കേസിൽ നമുക്ക് മാസ് എം ഡാഷ് ആയിട്ട് എടുക്കാം. എം ഡാഷ് എമ്മിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. എമ്മിൻ്റെ ഇക്വേഷൻ റോ ഇൻറ്റു 4/3 പൈ റോ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് ആണ്. അത് ഞാനൊന്ന് അറേഞ്ച് ചെയ്യുന്നു. ആർ മൈനസ് ഡി ഹോൾ ക്യൂബ് ആക്കുന്നു എം ഡാഷ് ഡെപ്ത് കൺസിഡർ ചെയ്യുന്ന സമയത്ത്. സോ എന്താണ്, ജി ഇൻറ്റു എം ഡാഷിന് പകരം റോ ഇൻറ്റു 4/3 പൈ ആർ മൈനസ് ഡി ഹോൾ ക്യൂബ് എന്ന് എഴുതുന്നു, ഡിവൈഡഡ് ബൈ ആർ മൈനസ് ഡി ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയറും ക്യൂബും കൂടെ കട്ട് ചെയ്യുന്നു. സോ 4/3 പൈ ഇൻറ്റു ജി ഇൻറ്റു റോ ഇൻറ്റു 4/3 പൈ ഇൻറ്റു ജി ഇൻറ്റു റോ ഇൻറ്റു ആർ മൈനസ് ഡി എന്ന് കിട്ടുന്നു. ശരിയല്ലേ? ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ജി ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 2. ശരിയാണല്ലോ. ഇനി ജി ഡാഷ് ഡിവൈഡഡ് ബൈ ജി നമ്മൾ കണ്ടുപിടിക്കുന്നു. ദാറ്റ്സ് ഈക്വൽ ടു 4/3 പൈ ജി റോ ഇൻറ്റു ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ എന്താണ് 4/3 ജി റോ ആർ. 4/3 ജി റോ ആർ. 4/3 കട്ട് ചെയ്യാം. 4/3 പൈ ഉണ്ടല്ലോ അവിടെ. ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പൈയും കൂടെ ഉണ്ട് കേട്ടോ. 4/3 പൈ ഉണ്ട്. പൈ ഞാൻ എഴുതിയില്ല. ആർ സ്ക്വയറും ആർ ക്യൂബും വെട്ടിയാൽ ബാക്കി ഇവിടെ പൈ ഉണ്ടായിരുന്നല്ലോ. 4/3 പൈ 0 ആർ ആണ്. 4/3 പൈ 0 ആർ ആണ്. പൈയും നമുക്ക് കട്ട് ചെയ്യാം. ജി കട്ട് ചെയ്യാം. റോ കട്ട് ചെയ്യാം. ഓക്കെ, സോ ബാക്കി എന്തുണ്ടാവും, ജി ഡാഷ് ബൈ ജി ഇസ് ഈക്വൽ ടു ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ ഉണ്ടാവും. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർ ബൈ ആർ മൈനസ് ഡി ബൈ ആർ. അവിടുന്ന് ജി ഡാഷ് ബൈ ജി ഇസ് ഈക്വൽ ടു 1 മൈനസ് ഡി ബൈ ആർ എന്ന് വരും. ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. സോ ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഒരു ഡെപ്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ആണ്. ഓക്കെ, ഡെപ്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്, ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഓക്കെ ആണോ നോക്കണേ. സോ ഹൈറ്റിലുള്ളത് പറഞ്ഞു ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. ഡെപ്തിലുള്ളത് പറഞ്ഞു ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ആണ് ഡെപ്തിലുള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ്, ലാറ്റിറ്റ്യൂഡിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻ. ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് നോട്ട് സെയിം അറ്റ് ഓൾ ലാറ്റിറ്റ്യൂഡ്സ് ഓൺ ദ എർത്ത്. ഇറ്റ് ഇൻക്രീസസ് ഫ്രം ഇക്വേറ്റർ ടു ദ പോൾസ്. അതായത് ഇക്വേറ്ററിൽ നിന്നും പോൾസിലേക്ക് വരുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യും. അതാണ് ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞ ഓർമ്മയുണ്ടോ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം അറ്റ് ദ പോൾസ് ആണ്, അതേ കണക്ക് മിനിമം അറ്റ് ദ ഇക്വേറ്റർ ആണ്. ഓക്കെ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻസിന്റെ കാരണം ഒന്നാമത്തത് എർത്തിന്റെ റൊട്ടേഷൻ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് അതിന് കാരണം. എർത്ത് റൊട്ടേറ്റ് അബൌട്ട് ദ ആക്സിസ് പ്രൊഡ്യൂസിങ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ദിസ് ഫോഴ്സ് ഈസ് മാക്സിമം അറ്റ് ദ ഇക്വേറ്റർ ആൻഡ് 0 അറ്റ് ദ പോൾസ്. അത് ഓപ്പോസിറ്റ് ഗ്രാവിറ്റി ആയിട്ട് ആക്ട് ചെയ്യും. എന്താണ്, എഫക്റ്റീവ് വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയ്ക്കും. അതുകൊണ്ട് ഇക്വേറ്ററിൽ മിനിമം ആണ്. അതേപോലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് നോട്ട് സെയിം അറ്റ് ലാറ്റിറ്റ്യൂഡ്സ് ഓൺ ദ എർത്ത്. ഇറ്റ് ഇൻക്രീസസ് ഫ്രം ഇക്വേറ്റർ ടു എന്നാണ് പോൾസ്. സോ വേരിയേഷൻ ഓഫ് ലാറ്റിറ്റ്യൂഡിന് ഒരു ഫോർമുല ഉണ്ട്. ജി ലാംഡ ഇസ് ഈക്വൽ ടു ജി ഇ ഇൻറ്റു 1 പ്ലസ് 0.0053 സൈൻ സ്ക്വയർ ലാംഡ എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. നോട്ട് ചെയ്തോണം കേട്ടോ. അവിടെ ജി ലാംഡ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ലാറ്റിറ്റ്യൂഡ് ലാംഡയാണ്. ജി ഇ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ ഇക്വേറ്റർ ആണ്. അവിടെ ലാംഡ ലാറ്റിറ്റ്യൂഡിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, സോ ലാറ്റിറ്റ്യൂഡ് ഇക്വേറ്ററിൽ നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.78 ആണ്. കറക്റ്റ് 45 ഡിഗ്രിയിലാണ് 9.08 കിട്ടുക. പോൾസിൽ നമുക്ക്
9.832. അപ്പോൾ മാക്സിമം അറ്റ് ദി പോൾസ് ആൻഡ് മിനിമം അറ്റ് ദി ഇക്വേറ്റർ, ആ വാല്യൂ ഉൾപ്പെടെ ഓർത്ത് വെച്ചോണം കേട്ടോ. സോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മാക്സിമം അറ്റ് പോൾസ്. രണ്ടാമത്തെ ചോദ്യം, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മിനിമം അറ്റ് ഇക്വേറ്റർ. മൂന്നാമത്തെ ചോദ്യം, മെയിൻ റീസൺ ഫോർ ദ വേരിയേഷൻ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് എർത്തിന്റെ റൊട്ടേഷനും എർത്തിന്റെ ഷേപ്പും. നാലാമത്തെ ചോദ്യം, വാല്യൂ ഓഫ് ദ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഇക്വേറ്റർ, മാക്സിമം അറ്റ് ദ പോൾസ് ആൻഡ് മിനിമം അറ്റ് ദ ഇക്വേറ്റർ. അപ്പോൾ കുറഞ്ഞ വാല്യൂ 9.780. നെക്സ്റ്റ് അഞ്ചാമത്തെ ചോദ്യം, വാല്യൂ ഓഫ് ദ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഇൻക്രീസിങ് ഹൈറ്റ് ഡിക്രീസസ്, ഹൈറ്റ് കൂടുമ്പോൾ കുറയും, ഡെപ്തിലാണെങ്കിലും കുറയും. ആറാമത്തെ ചോദ്യം, height is equal to earth's radius, value of g becomes g dash is equal to g into r by r plus h whole square എന്നുള്ളൊരു ഇക്വേഷൻ ബോക്സ് വരച്ചിട്ടത് ഓർമ്മയുണ്ടോ? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. r by r plus hന് പകരം വീണ്ടും r ഹോൾ സ്ക്വയർ. സോ g into r by 2r സ്ക്വയർ. സോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ g into 1/4, അതായത് g by 4. ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുക. ഏഴാമത്തെ ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. 6 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഇത്രയാണ് പ്രധാനമായിട്ടും വേരിയേഷൻ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻ, ഡെപ്തിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻ, ലാറ്റിറ്റ്യൂഡിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻ, എന്താണ് മാസ് ഓഫ് എർത്ത്, എന്താണ് ഡെൻസിറ്റി ഓഫ് എർത്ത്, എന്താണ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, സോ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന സിലബസ് പ്രകാരമുള്ള ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അണ്ടിൽ ദെൻ, ബൈ ബൈ, സീ യു.